ഹലോ, നമുക്കിന്ന് നല്ല ടേസ്റ്റിൽ ഒരു കടായി ചിക്കൻ റെഡിയാക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. ഇതിനു വേണ്ടി ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി 200 ഗ്രാം ചിക്കനിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ ഇവയെല്ലാം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 20 to 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ്റെ 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നാൽ നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 മീഡിയം സൈസുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി സ്ക്വയറായിട്ട് അരിഞ്ഞതും, അല്പം കറിവേപ്പിലയും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു തിക്ക് ഗ്രേവി ആയി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കണം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നെയ്ച്ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.